ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. കർത്താവിൻ്റെ ദാസി, ലൂക്കോസ് 1:38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ മറിയത്തെ എങ്ങനെ ആദരിക്കണമെന്ന ചോദ്യം ക്രിസ്ത്യ വിഭാഗത്തിലെ ഒരു തലവേദനയാണ്. ഒരു പ്രധാന അനുകരണ മതത്തിൻ്റെ തൃത്വത്തിലെ ഒരു വ്യക്തിത്വമായി മറിയയെ ചിത്രീകരിച്ചിട്ടുണ്ട്. കുറച്ച് പേർ തൃത്വമല്ല, വാസ്തവത്തിൽ ഒരു ചതുർത്ഥമാണ് വേണ്ടതെന്ന് വരെ വാദിച്ചിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാർ രക്ഷണ്യ പ്രവർത്തനത്തിൽ മറിയത്തിന് ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അമ്മയായ മറിയയോ യേശുവോ അപ്പോസ്തലന്മാരോ ആദരിക്കാത്ത, കൊടുക്കാത്ത ഒരു ആരാധന മറിയത്തിന് കൊടുക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ക്രിസ്മസിന്റെ അവസരത്തിൽ മറിയത്തെ പ്രസംഗിക്കാറുണ്ട്, മറിയത്തെ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, ആരാധിക്കാറില്ല. 4 സുവിശേഷകരിൽ ലൂക്കോസാണ് മറിയത്തെക്കുറിച്ച് അധികം എടുത്തു പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ മറിയത്തെയും മറ്റു മക്കളെയും കാണിക്കുന്ന വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ യേശുവിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ്. മത്തായി അധികം പറയുന്നില്ല. യേശുവിന്റെ കല്ലറയിൽ മറിയത്തെ കാണാം. യോഹന്നാൻ യേശുവിന്റെ അമ്മയെന്ന് പേരെടുത്ത് പോലും പറയുന്നില്ല. ലൂക്കോസ് മറിയത്തെ ഒരു ദേവിയായി ചിത്രീകരിക്കുന്നില്ല. ഒരു മാതാവായിട്ടും അല്ല, ഒരു സ്ത്രീ ആയിട്ടുമല്ല. ലൂക്കോസ് അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ ഒരു ഉത്തമ അനുഗാമിയായിട്ടാണ്, ശിഷ്യത്വത്തിൻ്റെ ഒരു മാതൃകയായിട്ടാണ്, എല്ലാവർക്കും അനുഗമിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ്. പുരുഷനും സ്ത്രീയും തൻ്റെ മകനെ അനുഗമിക്കണമെന്ന് അതിന് തന്നെ മാതൃകയാക്കി കാണിക്കുകയാണ് ലൂക്കോസ് മറിയത്തെ. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഉത്തമ ക്രിസ്ത്യാനിയായിട്ടാണ് ലൂക്കോസ് യേശുവിനെ ചിത്രീകരിക്കുന്നത്. ലൂക്കോസ് 1:28 മറിയത്തിന്റെ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന വിനീതമായ പ്രാർത്ഥനയും 22:42 യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, യേശുവിന്റെ പ്രാർത്ഥന ഇതാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഈ പ്രാർത്ഥനയും ഒരുപോലെയാണ്. രണ്ടിലും തെളിഞ്ഞു കാണുന്നത് ഒരു എളിയ വിശ്വാസവും അനുസരണയുള്ള സേവനവുമാണ്. നമ്മുടെ സ്വയത്തത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു കഠിനമായ പ്രവൃത്തിയാണ്. അതത്ര എളുപ്പമല്ല. എങ്കിലും എല്ലാ പ്രഭാതത്തിലും നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, വാസ്തവമായി നമ്മൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുന്നെങ്കിൽ ആ ജീവിതം വളരെ സഫലമായിരിക്കും, വളരെ ചിന്താകുലരാകാതിരിക്കുവാൻ സാധിക്കുന്നതാണ്. കർത്താവ് നമ്മളെ അധികം അനുഗ്രഹിക്കട്ടെ.